നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് MS വേഡിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് MS വേഡ് 2013 ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ MS വേഡും MS വേഡ് 2013 തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുമില്ല. MS വേഡിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് MS വേഡ് 2013 അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സിനെയാണ് കാണാൻ പോകുന്നത്. MS വേഡിൻ്റെ ഫീച്ചേഴ്സും ഓൾറെഡി ഉള്ള MS വേഡും പ്ലസ് 2013 ഫീച്ചേഴ്സും കൂടെയാണ് മൈക്രോസോഫ്റ്റ് വേഡ് 2013 കാണാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 9 മൈക്രോസോഫ്റ്റ് വേഡ് 2013 കുറിച്ച് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് 2 പാരഗ്രാഫ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് 2013 ഇൻട്രൊഡക്ഷൻ പോലെ തന്നേക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് വേഡ് 2000 is a word processing program designed to help you create professional quality documents. അപ്പം മൈക്രോസോഫ്റ്റ് വേഡ് 2013 എന്ന് പറയുന്നത് ഒരു വേഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ്. പ്രൊഫഷണൽ ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വേഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് 2013 എന്ന് പറയുന്നത്. വേഡ് ഹെൽപ്സ് യു ഓർഗനൈസ് ആൻഡ് റൈറ്റ് യുവർ ഡോക്യുമെൻറ്റ്സ് മോർ എഫിഷ്യൻ്റ്ലി. അപ്പം വേഡ് യൂസ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ മോർ എഫിഷ്യൻ്റായിട്ട് എഴുതാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റും. യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്രിയേറ്റിംഗ് ഡോക്യുമെൻറ്റ് ഇൻ വേഡ് 2013 ഈസ് ടു ചൂസ് വെദർ ടു സ്റ്റാർട്ട് എ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഓർ ടു ലെറ്റ് എ ടെംപ്ലേറ്റ് ഡു മച്ച് ഓഫ് വർക്ക് ഫോർ യു. അപ്പം നമ്മൾ ഒരു വേഡ് അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്താലും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യുന്നു, തുറന്നു വരുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. From then on, the basic step in creating and sharing documents are same. Powerful editing and reviewing tools help you to work with others to make your document perfect. ഇപ്പം നമ്മൾ ആദ്യമേ ഒരു ഡോക്യുമെൻ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് എടുത്തു. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിനകത്ത് ആദ്യമേ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. As the oldest of the Office application, Microsoft Word was already packed with extensive word processing capabilities. അപ്പം നമ്മുടെ പഴയ വേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ വേഡ് 2013 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കേപ്പബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ഫെസിലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. It's pleasure surprise that Word 2013 boasts useful new and improved features across the board, from document creation to reading, editing and collaboration. അപ്പം ഏതൊക്കെ സൈഡുകളിലാണ് നമ്മുടെ വേഡ് 2013 ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫീച്ചറുകൾ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും കൊളാബറേറ്റ് ചെയ്യുമ്പോഴും ന്യൂ അഡീഷണൽ ഫീച്ചേഴ്സ് വേഡ് 2013 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് പേജ് നമ്പർ 10 കാണാൻ പോകുന്നത് നമ്മുടെ വേഡ് 2013 ടോപ്പ് ന്യൂ ഫീച്ചേഴ്സാണ് നമ്മൾ കാണുന്നത്. ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വേഡിൻ്റെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണും, അതുപോലെ തന്നെ വേഡിൻ്റെ സ്ക്രീൻ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണും. അപ്പം നമ്മൾ ഓർക്കുക, വേഡ് പഴയ വേർഷനെ വെച്ച് നോക്കുമ്പോൾ പുതിയ വേർഷന് കൂടുതൽ അഡീഷണൽ ഫീച്ചറുകൾ ഉണ്ട്. അപ്പം ആ അഡീഷണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു 10 ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫീച്ചർ നമുക്ക് നോക്കാം, എ ന്യൂ ലുക്ക് ഫോർ വേഡ്. അപ്പം എ ന്യൂ ലുക്ക് ഫോർ വേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേഡിന് അഡീഷണൽ ഫീച്ചറുകൾ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പുതിയ ലുക്ക് തന്നെ ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഫസ്റ്റ് ചേഞ്ച് യു വിൽ സീ വെൻ യു ലോഞ്ച്
Word 2013 is a startup screen rather than a blank document as in old version of Word. അപ്പോൾ പഴയ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എന്താ പണ്ട് ആദ്യമേ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി വേഡ് 2013 വരുമ്പോഴത്തേനും എന്താ നമുക്ക് പുതിയൊരു ഫീച്ചർ അല്ലെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു പുതിയ ഫീച്ചർ വേഡ് 2013 വന്നിട്ടുണ്ട്. In the left pane, you will see a list of your most recent Word documents as well as option to open Microsoft Word 2013. In the right pane, you can pick up various templates such as blank, blog post and many more, as well as search Microsoft Library of Online Templates. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് പാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത വേഡ് ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഏത് ഡോക്യുമെൻ്റാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുള്ള ടെംപ്ലേറ്റുമാണ് പുതിയ വേഡ് 2013 സ്ക്രീനിൽ അല്ലെങ്കിൽ വിൻഡോയിൽ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എ ന്യൂ ലുക്ക് ഫോർ വേഡ് എന്ന് പറയുമ്പം പഴയ വേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താ വേഡ് 2013 ഒരു പുതിയ ലുക്ക് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വേഡ് 2013 ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ലെഫ്റ്റ് പെയിനിൽ എന്താ നമ്മൾ റീസെൻ്റ്ലി വർക്ക് ചെയ്ത വേഡ് ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ നമുക്ക് ഏത് ഡോക്യുമെൻറ്റിൻ്റെ ടെംപ്ലേറ്റ് ആണോ തയ്യാറാക്കേണ്ടത് അതിനുള്ള ടെംപ്ലേറ്റുകളായിരിക്കും റൈറ്റ് പെയിനിനകത്ത് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഫീച്ചർ തന്നെ പറയുന്നുണ്ട് ദ ന്യൂ ഡിസൈൻ ടാബ്. വേഡ് 2013 still supports the ribbon interface, but now features for styling documents are combined with a new design tab, so they are easy to find. Document formatting can be quickly defined by choosing themes, colors, fonts to use them. From here, you preview your choices, can see even save your formatting as a default for all new documents. അപ്പോൾ ഒരു ന്യൂ ഡിസൈൻ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വേർഷൻ വേഡ് വെച്ച് നോക്കുമ്പോൾ പുതിയ വേഡ് എന്ന് പറയുമ്പോൾ ഒരു റിബൺ ഇൻ്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിബൺ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ കമാൻഡ്സ്, ഗ്രൂപ്പ്സ്, ടാബ്സ് ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിങ് നമുക്ക് എളുപ്പം ഈസി ആക്കാനും അതുപോലെ തന്നെ തീംസും കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഈ ഇൻ്റർഫേസ് കൊണ്ട് ഒത്തിരി സാധ്യമാകും. റിബണിനകത്ത് ഓരോ ഗ്രൂപ്പിനകത്ത് വരുന്ന എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് കിടക്കുന്നതുകൊണ്ട് നമുക്കെന്താ ഡോക്യുമെൻറ്റ്സിന് തീംസും കളേഴ്സും ഫോൺസൊക്കെ കൊടുക്കുവാൻ എളുപ്പമുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കിക്കേ. ഈസി ഗ്രാഫിക് അലൈൻമെൻറ്റ് ആൻഡ് ലേഔട്ട് ഓപ്ഷൻസ് ആണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ദ ന്യൂ അലൈൻമെൻറ്റ് ഗൈഡ്സ് ഇൻ വേഡ് 2013 മേക്ക് ലൈനിങ് അപ്പ് ഇമേജസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് an easy task. There are visual way to show when the object such as image, chart or smart art illustration is aligned with the top of a paragraph or heading or other elements on the page. അപ്പം ഈസി ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ലേഔട്ട് ഓപ്ഷൻസ് ആണ് വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. കൺവീനിയൻറ്റ് ലേഔട്ട് ഓപ്ഷൻസ്. സെലക്ട് എ പിക്ചർ, ചാർട്ട് ഓർ സ്മാർട്ട് ആർട്ട് ഒബ്ജക്റ്റ് ആൻഡ് ഹാൻഡ്ലി ന്യൂ ലേഔട്ട് ഓപ്ഷൻ ഐക്കൺ അപ്പിയേഴ്സ് ഔട്ട്സൈഡ് ദ ഒബ്ജക്ട്സ് ടോപ്പ് റൈറ്റ് കോർണർ. Click it to configure placement and text wrapping options all without moving to the ribbon. അപ്പോൾ നമ്മൾ റിബണിലേക്ക് പോകാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള പിക്ചർ, ചാർട്ട്, സ്മാർട്ട് ആർട്ട് ഒബ്ജക്റ്റ് ഇതൊക്കെ അല്ലാതെ തന്നെ നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ, കൺവീനിയൻറ്റ് ലേഔട്ട് ഓപ്ഷൻ ഈ വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞേക്കുന്നത് ഇംപ്രൂവ്ഡ് റീഡിങ് ആൻഡ്
റീഡ് മോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ റീഡ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് വേഡിലുള്ള ഒരു ഡോക്യുമെൻ്റ് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഈ പോയിൻറ്റിനകത്ത് മെയിനായിട്ടും പറഞ്ഞേക്കുന്നത്. ഇഫ് യു യൂസ് വേഡ് മോർ ടു റീഡ് ഡോക്യുമെൻറ്റ്സ് ദാൻ ടു ക്രിയേറ്റ് ദം യു വിൽ ലൈക്ക് വേഡ് 2013's ന്യൂ റീഡ് മോഡ് വിച്ച് ഈസ് ക്ലീൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രീ. അപ്പം നമ്മുടെ വേഡ് 2013 പുതിയ ഫീച്ചറായ റീഡ് മോഡ് എന്ന് പറയുന്നത് ക്ലീനും അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ഫ്രീയുമാണ്. സ്വിച്ച് ടു ദ റീഡ് മോഡ് ആൻഡ് ദ റിബൺ കൊളാപ്സസ് ആസ് മോസ്റ്റ് ഓഫ് ദ ടാബ്സ്. ദിസ് ന്യൂ വ്യൂ automatically resize the document to full window and display your documents easy to read documents. അപ്പോൾ നമ്മൾ റീഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ ടാബ്സ് ഒക്കെ റിബണിനകത്ത് ഉള്ളിലേക്ക് പോവും. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ഫുൾ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. Click the on-screen arrows to flip through the pages. If you are using a touchscreen monitor tablet, zip the screen from either edge of display. Right-click any familiar words to display definition without leaving read mode. You can also click on any images, tables or charts to enlarge easier reading. അപ്പോൾ റീഡ് മോഡിൽ ഇട്ടാനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ ടേബിൾ അല്ലെങ്കിൽ ചാർട്ട് ഈസിയർ ആയിട്ട് എൻലാർജ് ചെയ്ത് റീഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് അറിയത്തില്ലെങ്കിൽ റീഡ് മോഡിൽ നിന്ന് മാറാതെ തന്നെ ആ സെൻറ്റൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ കൊടുക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു പോയിൻറ്റും കൂടെ മൂന്നാമത്തെ പോയിൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. റെസ്യൂം യുവർ വർക്ക്. നൗ വെൻ യു റീഓപ്പൺ എ ഡോക്യുമെൻറ്റ് വേഡ് 2013 റിമെമ്പേഴ്സ് വെയർ യു വെയർ ആൻഡ് ലെറ്റ്സ് യു കീപ് റീഡിംഗ് ഓർ എഡിറ്റിംഗ് റൈറ്റ് വെൻ യു ലെഫ്റ്റ് ഓഫ്. Even when you reopen the online document from different computer or device, this feature is supported multiple views including read mode as well as print layout default view in Word. അപ്പോൾ നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് റീഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഏത് മോഡാ വേണ്ടത് അല്ലെങ്കിൽ ഓൺലൈൻ ഡോക്യുമെൻ്റ് ആണോ എന്താണോ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ വേഡിനകത്തുണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്മാർട്ടർ കൊളാബറേഷനാണ്. അപ്പോൾ സ്മാർട്ടർ കൊളാബറേഷൻ എന്താണെന്ന് നോക്കാം. റിവ്യൂവിങ് ഡോക്യുമെൻറ്റ്സ് വിത്ത് ട്രാക്ക്ഡ് ചേഞ്ചസ് ആൻഡ് കമൻറ്റ്സ് ഈസ് ഈസിയർ നൗ വിത്ത് വേഡ് 2000 ന്യൂ സിമ്പിൾ മാർക്കപ്പ് വിൻഡോ. അപ്പം നമുക്ക് നമ്മുടെ വേഡ് 2000 ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി അത് സേവ് ചെയ്തു വേറൊരാൾക്ക് അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില വേർഡ്സ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ തോന്നും. ചിലപ്പോൾ കൂടുതൽ വേർഡ്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ ചില വേർഡ്സ് ആവശ്യമില്ലാത്ത വേർഡ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നും. അപ്പം നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു വേഡ് ഡോക്യുമെൻറ്റിനകത്ത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഡ് 2013 റിവ്യൂ ടാബ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചേഞ്ചസിനെ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യേണ്ടതിനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ആഡ് ചെയ്യേണ്ടത് എവിടേക്കാണോ അവിടെ കമൻറ്റ്സ് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. From simple markup, complex markups are hidden and final document is displayed. അപ്പം ഇവിടെ ഫ്രം സിംഗിൾ മാർക്കപ്പ് എന്ന് പറയുന്നത് ഇവിടെ റിവ്യൂ ടാബ് എടുത്തു കഴിയുമ്പോൾ ട്രാക്ക് ചേഞ്ചസിനകത്ത് 3-4 ഓപ്ഷൻ കാണും. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനാണ് സിംഗിൾ മാർക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ മാർക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് മാർക്കപ്പ് എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ട് കാണും. അതിനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. However, you still see indicators in the left margin when track changes have been made. When you double click one of these lines, Word switches to all markup view. You can see full edits. അപ്പോൾ നമുക്ക് നമ്മൾ ഓൾ മാർക്കപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് എവിടേക്കാണോ
ചേഞ്ച് വന്നേക്കുന്നത്. അത് മുഴുവൻ കാണാൻ പറ്റും. പക്ഷേ സിമ്പിൾ മാർക്കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ആ ഫസ്റ്റ് ലൈന്, സെക്കൻഡ് ലൈന്, അങ്ങനെ നമുക്ക് ചേഞ്ചസിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആരെങ്കിലും റീറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചില വേർഡ്സ് ആഡ് ചെയ്യുക ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾ മാർക്കപ്പ് അല്ലെങ്കിൽ സിമ്പിൾ മാർക്കപ്പ് ഒക്കെ വ്യൂ ചെയ്ത് എവിടേക്കാണ് കമൻസ് ആഡ് ചെയ്തേക്കുന്നതെന്ന് കാണാം. പിന്നെ ഇതെന്താ, ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് വേണമെങ്കിൽ എന്താ, അടുത്തയാൾ ചെയ്ത ഈ ചേഞ്ചസിനെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് വേഡ് 2013. ഇപ്പം നമ്മളൊരു ഡോക്യുമെൻ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കുവാണ്, അവർ ചേഞ്ചസ് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വേർഡ്സ് ഡിലീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കമൻസ് ആഡ് ചെയ്തു ബാക്ക് ആയിട്ട് നമുക്ക് ആ ഡോക്യുമെൻ്റ് തന്നെ അയച്ചു തരുവാണെങ്കിൽ നമുക്ക് ആ ചേഞ്ചസിനെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷനാണ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്. റിവ്യൂ ടാബിനകത്താണ് നിങ്ങളുടെ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത്. അപ്പം ടാബിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അപ്പം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റിവ്യൂ ടാബിനകത്താണ് നമുക്കിതുപോലെ കമൻസും ചേഞ്ചസൊക്കെ വരുത്താൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അനദർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് you can log the track changes feature in Word, which means someone needs to enter a password to make Word stop track changes. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് ആരും അഡീഷണലായിട്ട് ഒന്നും ഇമ്പ്രൂവ്മെൻറ്റും വരുത്തേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ട്രാക്ക് ഫീച്ചേഴ്സിൽ തന്നെ ഒരു പാസ്വേഡ് കൊടുക്കാം. ഈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ക് ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അതുകൊണ്ട് വേറൊരാൾക്ക് ആ കമൻറ്റ് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ കമൻറ്റ് എഴുതാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ ഗ്രേറ്റർ വേ ടു എൻഷുർ ഓൾ ചേഞ്ചസ് ആർ recorded when your document is being reviewed by multiple people. Comments are better too because they now have reply button which gives users the option to keep a conversation with one small speech bubble. Now it's easy to track comments right next to the related text instead of creating multiple documents on one topic. And when a comment is handled, you mark it as done. It will be grayed out to keep out your way, but conversation will still be there if you need revisit it later. അപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു വേർഡ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമല്ലേ. ചില വേർഡ്സൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കമൻസിലൂടെ തിരിച്ചറിയാൻ പറ്റും. അപ്പം നമുക്ക് വേണമെങ്കിൽ മാത്രം അതിനെ വിസിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അതാണ് കമൻസ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്മാർട്ടർ കൊളാബറേഷൻ എന്ന് പറയുമ്പം നമ്മുടെ റിവ്യൂ ടാബിനകത്ത് ചേഞ്ചസിനെ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമൻസ് ആഡ് ചെയ്യുന്നതിനെയാണ് സ്മാർട്ടർ കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇത് വേഡ് 2013 ഒരു നല്ലൊരു ഫീച്ചറാണ്. ഇനി വേഡ് 2013 അടുത്ത ഒരു ഫീച്ചർ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ആൻഡ് എഡിറ്റ് PDF ഇൻസൈഡ് വേഡ്. വേഡിനകത്തുള്ള ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ വേഡിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് PDF ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയ വേർഷനിലൊന്നും അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ 2013 വേഡ് 2013 വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ PDF ഫയലിനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. Opening and editing PDF is finally a full-fledged feature in Word 2013. In past versions, you could save a Word document as PDF, but you could not edit a PDF without converting it into a Word document first. അപ്പം പഴയ വേർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ PDF-നെ നമുക്ക് ഇനി തിരുത്തണമെങ്കിൽ ആദ്യമേ അതിനെ പിന്നെയും വേഡ് ഡോക്യുമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണമായിരുന്നു തിരുത്താൻ. പക്ഷേ 2013 വേഡ് 2013 വരുമ്പോഴത്തേനും അങ്ങനെ ഒരു ഓപ്ഷനില്ല. നമുക്ക് ഡയറക്ടറി തന്നെ PDF-നെ തിരുത്താനുള്ള
ഒരു ഫെസിലിറ്റി ഉണ്ട്. നൗ യു സിംപ്ലി ഓപ്പൺ എ PDF as if it is a Word document and edit it as usual. Word handles just about any PDF you want to work with, given if you have multiple tables, large images, different fonts and so on, all without a need of a third party application. അപ്പം ഈ പോയിന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൂടാതെ തന്നെ PDF കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേഡ് 2013 ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ടേബിൾ ഫീച്ചേഴ്സ്. പണ്ടൊക്കെ നമ്മുടെ പഴയ വേർഡിൻ്റെ വേർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയതായിട്ടൊരു റോ അല്ലെങ്കിൽ കോളം ആഡ് ചെയ്യണമെങ്കിൽ ആദ്യമേ തൊട്ട് തന്നെ ഇൻസേർട്ട് കോളമൊക്കെ എടുക്കണമായിരുന്നു. പക്ഷേ പുതിയ വേഡ് 2013 എടുക്കുമ്പോൾ അതിനു വേണ്ടി തന്നെ ഒരു ചെറിയ ഓപ്ഷൻ നമ്മുടെ ടേബിളിൻ്റെ ലെഫ്റ്റ് എഡ്ജിൽ കാണും. അപ്പോൾ ആ ലെഫ്റ്റ് എഡ്ജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക് കാണും. അപ്പം നമുക്ക് എത്ര റോയാണോ കോളമാണോ ആഡ് ചെയ്യേണ്ടത് അത് അവിടെ ചെയ്യാവുന്നതാണ്. വേഡ് 2013 ഫൈനലി അഡ്രസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് ഫോർമാറ്റിംഗ് ഡിഫറെൻറ്റ് വിഡ്ത്ത് ആൻഡ് സ്റ്റൈൽ ബോർഡേഴ്സ് ഇൻ വേഡ് ടേബിൾ. അതുപോലെ തന്നെ വേഡ് 2013 ഡിഫറെൻറ്റ് സ്റ്റൈൽ ബോർഡേഴ്സ് അതുപോലെ തന്നെ വിഡ്ത്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദ ഹാൻഡി ബോർഡർ പെയിൻറ്റർ ടൂൾ ആൻഡ് ബോർഡർ സ്റ്റൈൽ ഫീച്ചേഴ്സ് സിംപ്ലിഫൈ ദ സ്പീഡ് അപ്പ് ഫോർമാറ്റിംഗ്. അപ്പം ഹാൻഡി ബോർഡർ പെയിൻറ്റർ ടൂളും അതുപോലെ തന്നെ ബോർഡർ സ്റ്റൈൽ ഫീച്ചറും നമ്മുടെ വേഡിൻ്റെ ടേബിളിൻ്റെ ഫോർമാറ്റ് സ്പീഡപ്പ് ആക്കും. ടു ആഡ് എ ന്യൂ റോ ടു എ ടേബിൾ ജസ്റ്റ് ഹവർ യുവർ മൗസ് ഔട്ട്സൈഡ് ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ടേബിൾ അറ്റ് ദ പോയിൻറ്റ് വെയർ റോ ഈസ് ഇൻസേർട്ടഡ്. ക്ലിക്ക് ഓൺ ദ സ്മോൾ ഐക്കൺ ദാറ്റ് പോപ്പ് യു ആർ ഡൺ. അപ്പോൾ നമുക്കൊരു പുതിയ റോയെ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ടേബിളിൻ്റെ ലെഫ്റ്റ് എഡ്ജിൽ നമ്മൾ പോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് വരും. അവിടുന്ന് നമുക്ക് ഒരു ചെറിയ സ്മോൾ ഐക്കൺ വരും, ഒരു പോപ്പപ്പ് വരും. അവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് റോയെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് നേരെ വേറെ ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഫയൽ മെനു എടുത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദെയർ ഈസ് എ സിമിലർ ഐക്കൺ ഫോർ ഈസിങ് ആഡിങ് എ ന്യൂ കോളം. There are also new choices for working with the tables and a mini toolbar which pop-ups when you are either select a portion of table, right click on the table. അതുപോലെ നമുക്ക് എന്ത് ഓപ്ഷനാണോ വേണ്ടത് അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പോപ്പപ്പ് വന്ന് എവിടെയൊക്കെയാണോ നമുക്ക് നമ്മുടെ ടേബിളിനെ ഫോർമാറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ ഫീച്ചർ വേഡ് 2013 ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞേക്കുന്നത് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ലോങ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ലോങ് ഡോക്യുമെൻറ്റ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ലോങ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബിക്കം അൺറൂറലി ടു മാനേജ് എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ജസ്റ്റ് സ്മോൾ പോർഷൻ ഓഫ് ഇറ്റ്. ന്യൂ എക്സ്പാൻഡ് ആൻഡ് കൊളാപ്സ് ഓപ്ഷൻ ഇൻ വേഡ് 2013 ലെറ്റ് യു കൊളാപ്സ് ആൻഡ് എക്സ്പാൻഡ് ദ ഹെഡിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോക്കസ് ഓൺലി ദ പോർഷൻ യു നീഡ്. അപ്പോൾ നമ്മുടെ വേഡ് 2013 ഉള്ള അടുത്തൊരു ഫീച്ചറാണ് എക്സ്പാൻഡ് ചെയ്യാനും കൊളാപ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളിപ്പോൾ വലിയൊരു പാരഗ്രാഫ് എഴുതുവാണെങ്കിൽ ഒരു വലിയൊരു എസ്സേ എഴുതുവാണെങ്കിൽ നമുക്ക് ഓരോ പാരഗ്രാഫിൽ ഓരോ ഹെഡിങ്ങും വെച്ചിട്ടായിരിക്കും അല്ലേ നമ്മൾ ഓരോന്നിൻ്റെയും ഓപ്ഷൻ എഴുതുക. അപ്പം നമ്മൾ അങ്ങനെ എഴുതുമ്പം നമുക്കെന്താ ആ ഹെഡിങ് വെച്ച് നമുക്ക് ബാക്കിയുള്ള ഹെഡിങ്ങിനകത്തുള്ള കണ്ടൻറ്റിനെ ഹൈഡ് ചെയ്യാൻ കൊളാപ്സ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഹെഡിങ് ആണോ വേണ്ടത് ആ ഹെഡിങ്ങിന് താഴെയുള്ള ഓപ്ഷൻസിനെ നമുക്ക് ഹെഡിങ്ങെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള താഴെ നമ്മൾ എന്താണോ എഴുതി കൊടുത്തേക്കുന്നത് അത് എക്സ്പാൻഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ആ ഹെഡിങ്ങിലുള്ള കണ്ടൻറ്റിനെ നമുക്ക് കൊളാപ്സ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു പുതിയ ഫീച്ചർ വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
To do this, you must format the document's heading with the built-in styles, heading 1, heading 2, and so on. To hide paragraphs, however, your mouse to the left formatted heading and click small triangle that appears, leaving just heading text visible. For menu control of the expand collapse option, just right click on a heading. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള കണ്ടൻസ് കൊളാപ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ അതിന് ഹെഡിങ് ബിൽറ്റിൻ സ്റ്റൈലായ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കൊളാപ്സ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൊളാപ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു സ്മോൾ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മുടെ ഹെഡിങ്ങിൻ്റെ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണും. ആ ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കണ്ടൻറ്റിനെ കൊളാപ്സ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞേക്കുന്നത് മൾട്ടിമീഡിയ മാജിക്കാണ്. അപ്പം മൾട്ടിമീഡിയ മാജിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ബ്രൗഷർ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഡോക്യുമെൻ്റ് വേഡിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വെബ് ഫോട്ടോസ് വീഡിയോസൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് വേഡ് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ ഡയറക്റ്റ്ലി സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസേർട്ട് ടാബിലെ റിബണിലെ ഇൻസേർട്ട് ടാബിൽ നിന്നും ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ആ ഓപ്ഷൻ എടുത്ത് നമുക്ക് വീഡിയോ ആഡ് ചെയ്യണം. അതിനെക്കുറിച്ചാണ് മൾട്ടിമീഡിയ മാജിക് എന്ന് പറയുന്ന ഈ പോയിൻറ്റിനകത്ത് പറയുന്നത്. ഇഫ് യു ഡിസൈൻ ന്യൂസ് ലെറ്റേഴ്സ്, ഫ്ലയേഴ്സ്, ബ്രൗഷേഴ്സ് ഓർ അതർ ഗ്രാഫിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇൻ വേഡ്, യു ക്യാൻ നൗ ആഡ് വെബ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഡയറക്റ്റ്ലി ഇൻ ടു വേഡ് ഡോക്യുമെൻറ്റ്സ്. അപ്പം നമ്മളൊരു ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ബ്രൗഷർ തയ്യാറാക്കുമ്പോൾ നമുക്ക് വെബ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഡയറക്റ്റ്ലി ഒരു വേഡ് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ ടു ആഡ് എ വീഡിയോ ചൂസ് ഓൺലൈൻ വീഡിയോ ഫ്രം ഇൻസേർട്ട് ടാബ് ഇൻ റിബൺ. അപ്പം നമുക്കൊരു വീഡിയോയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ റിബണിനകത്ത് ഇൻസേർട്ട് ടാബിൽ നിന്നും ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് വീഡിയോസ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റും. ദിസ് ഓപ്പൺസ് ദ സെർച്ച് ടൂൾ ഫോർ ബിങ് വീഡിയോ ഓർ യൂട്യൂബ് വിതിൻ വേഡ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ടോഗിൾ ബിറ്റ്വീൻ വേഡ് ആൻഡ് യുവർ ഇൻ്റർനെറ്റ് ബ്രൗസർ. അപ്പം നമ്മൾ ഓൺലൈൻ വീഡിയോയ്ക്കകത്തെ ഇൻസേർട്ട് ടാബിനകത്തെ ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേനും ഡയറക്റ്റ്ലി ബിങ് വീഡിയോയോ അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആൻഡ് ഇഫ് യു ഓൾറെഡി ഹാവ് എ വീഡിയോ ഇൻ മൈൻഡ് ജസ്റ്റ് പേസ്റ്റ് ഇൻ ദ എംബഡ് കോഡ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വീഡിയോ ഓൾറെഡി ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടത് അതിനുള്ള എംബഡഡ് കോഡ് കൊടുത്താലും മതി. ദീസ് വീഡിയോസ് വിൽ ബി പ്ലേ വൈൽ യുവർ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഈ വീഡിയോസൊക്കെ ഡയറക്റ്റ്ലി പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പറഞ്ഞേക്കുന്നത് ഗെറ്റ് ഓൺ ദി ക്ലൗഡ് എന്നാണ്. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഫയൽസ് നമ്മൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏത് മൊബൈൽ ഫോണിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ സൈൻ ഇൻ ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഗെറ്റ് ഓൺ ദി ക്ലൗഡ് എന്ന് പറയുമ്പോൾ ആ ഫീച്ചറിനെ പറ്റിയാണ് പറയുന്നത്. ലൈക്ക് അതർ പ്രോഗ്രാംസ് ഇൻ ന്യൂ ഓഫീസ് സ്യൂട്ട്, വേഡ് 2013 ഈസ് കണക്റ്റഡ് ടു ദി ക്ലൗഡ് എനി ടൈം യു ആർ ഓൺലൈൻ. വൺ ഡ്രൈവ് മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ബേസ്ഡ് ഫയൽ സ്റ്റോർ ഡിവൈസസ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു വേഡ് ആൻഡ് ഈസ് നൗ ദ ഡിഫോൾട്ട് സേവ് ലൊക്കേഷൻ. ആഫ്റ്റർ യു അപ്ലോഡ് ഫയൽ യുവർ വൺ ഡ്രൈവ് ഓർ ഷെയർ പോയിൻറ്റ്, ദേ ആർ അവൈലബിൾ ഫോർ you or your colleges to view, edit them online from a variety of devices. അപ്പം ഗെറ്റ് ഓൺ ദ ക്ലൗഡ് എന്ന് പറയുമ്പം വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് ക്ലൗഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മൾ ക്ലൗഡിൽ നിന്ന് ക്ലൗഡിലേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ
അല്ലേ? മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസിൽ, ഫയൽ സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഫയലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഫയൽസിനെ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ പോയിൻ്റ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ടച്ച് സ്ക്രീൻ ഫങ്ഷനാലിറ്റിയാണ്. അപ്പോൾ ടച്ച് സ്ക്രീൻ ഫങ്ഷനാലിറ്റി മൈക്രോസോഫ്റ്റ് വേഡ് 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വേഡ് 2013 ഏതെങ്കിലും ഒരു ടാബ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു ടച്ച് സ്ക്രീന് എനേബിൾഡ് മോണിറ്ററിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർട്ട്സ് അതുപോലുള്ള ഡോക്യുമെൻറ്റ്സിനെയൊക്കെ വ്യൂ ചെയ്യാൻ നമ്മുടെ ഫിംഗറും കൊണ്ട് അല്ലെങ്കിൽ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ 10ാമത്തെ പോയിൻ്റ് പറഞ്ഞേക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേഡ് 2013 along with the entire office suite is built touch screen in mind. A touch screen is not required for Word, but if you are using a Windows tablet or touch enabled monitor, you will feel the navigation is simple and straightforward. Tap on images or charts to zoom in or scroll through the document with your finger or stylus. Press and hold on a word and see various options for like font, synonyms and so on. With features that make your day to work easier. There is a lot of like about new Microsoft Word 2013. അപ്പം ടച്ച് സ്ക്രീൻ ഫങ്ഷനാലിറ്റി ശരിക്കും മൈക്രോസോഫ്റ്റ് വേഡ് 2013 ആവശ്യമില്ല. എന്നാലും നമ്മളൊരു ടച്ച് എനേബിൾഡ് വിൻഡോസിൽ അല്ലെങ്കിൽ മോണിറ്ററിനകത്താണ് കണക്ട് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഫയൽസിനെ വ്യൂ ചെയ്യാനുള്ള ഒരു ഫങ്ഷനാലിറ്റി ഉണ്ടെന്നാണ് ഈ 10ാമത്തെ പോയിൻ്റ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ദി ടോപ്പ് ന്യൂ ഫീച്ചേഴ്സ് ഓഫ് വേഡ് 2013 ആണ്. 10 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബി പാർട്ടിലൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക.